പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. ലേബർ വാർഡിൽ നിന്ന് അടക്കം രോഗികളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. തീ പടർന്നത് ജനറേറ്റർ റൂമിൽ നിന്നാണ് സംശയം. മോളെ ഓപ്പറേഷൻ ചെയ്ത് അതിനകത്ത് ഇട്ടേക്കുവാ. ഞങ്ങളും അത് കിടക്കുക. ഞങ്ങളെ ഈ തീ പുക വരുന്ന കണ്ടോണ്ട് ചോദിച്ചപ്പോൾ ആരാണ്ട് പറഞ്ഞു തീ കത്തിക്കൊണ്ടിരിക്കുവാണെന്ന്. ഞങ്ങൾ എല്ലാവരും വെളിയിൽ ചാടാൻ പറഞ്ഞു. വെളിയിൽ ചാടുമ്പോൾ ഈ ICU കിടക്കുന്ന ഈ ഓപ്പറേഷൻ ചെയ്തവരെ എവിടെ കൊണ്ടുപോകും? ഇവർ ഒരുപാട് നിബന്ധനയായിരുന്നു ഇവിടെ. ഞങ്ങൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞ് ചെരുപ്പിടാതെ ഹോസ്പിറ്റലിനകത്ത് കയറണം, ഒരാളെ കയറാം, ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞിനെ കാണാൻ ഞാനും എൻ്റെ ഇളമോളും കൂടെ അന്നപ്പോൾ അവർക്ക് സമ്മതിച്ചു തന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഇവിടെ തീ കത്തുന്നത്. ഇപ്പം ഞങ്ങൾ എന്തോ അലർച്ചയും ബഹളമായിരുന്നു. ഇപ്പം അതിനകത്ത് നിറയ്ക്കും. ഞാൻ ചോദിക്കുന്ന ഒന്ന് ഇവിടുത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനെ അന്വേഷിക്കുമെന്ന്. ജനങ്ങൾ തീർന്നു കഴിയുമ്പോൾ എന്തോ അന്വേഷിക്കാനാണ്? ഈ പുതിയ ഹോസ്പിറ്റലാണ് ഇവിടെ. ഓരോന്നോരോന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇവർ അന്വേഷണത്തിനിട്ടാൽ എവിടാണ് അന്വേഷിക്കേണ്ടത്? ഈ ജനറേറ്റർ റൂമിലാണ് തീ പടർന്നത്. അടുത്തിടെ സ്ഥാപിച്ച ജനറേറ്ററുകളാണ്. എന്താണ് സംഭവിച്ചത് ഇക്കാര്യത്തിൽ എന്നുള്ളത് വ്യക്തമല്ല. അതിവേഗം തീ പടരുകയും കറുത്ത പുക ICU വാർഡിലടക്കം പ്രസവ വാർഡിലടക്കം ബാധിക്കുകയുമായിരുന്നു. പെട്ടെന്ന് തന്നെ രോഗികളെ പുറത്തിറക്കി. അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ പോലും ആകാത്ത രോഗികളെ അടക്കം ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത്രയും ഭയങ്കരപ്പെട്ട പുകയായിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് ആർക്കും കയറാൻ പറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഫയർ സ്യൂട്ടും നമ്മുടെ BA സെറ്റ് ഉപയോഗിച്ചാണ് അകത്ത് കയറിയത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഏകദേശം 600ഓളം ലിറ്റർ ഡീസലുള്ള ടാങ്കാണ് ഇതിൻ്റെ താഴെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഹീറ്റ് അതായത് അത് ബ്ലാസ്റ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് വരെ ആവുന്ന സമയത്താണ് നമ്മൾ എത്തിയത്. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ സേനയുടെ ഒരു ധീരമായ ഒരു തീരുമാനം കൊണ്ട് തന്നെയാണ് അകത്ത് നമ്മൾ ഫയർ സ്യൂട്ടും പിന്നെ BA സെറ്റെല്ലാം ഉപയോഗിച്ച് അകത്ത് കയറി ആദ്യം തന്നെ കൂളിംഗ് പ്രോസസ്സ് ആരംഭിച്ചു. അപ്പോൾ പിന്നെ താഴോട്ട് ചൂടെത്താത്തല്ല കൺട്രോൾ ചെയ്യാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സെഗ്മെൻ്റായിട്ട് ഹീറ്റ് കുറച്ച് കൊണ്ടുവരികയും നമ്മൾ ഈ ഫോം ഉപയോഗിച്ചത് AFFF എന്ന് പറഞ്ഞ അക്വസ് ഫിലിം ഫോമിംഗ് ഫോം എന്ന് പറഞ്ഞ ഫോം ഉപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തത് പതയുണ്ടാക്കുകയും അതിലൂടെ കൂൾ ചെയ്യാനും അതിലുപരി തന്നെ 2 ലൈന് 2 സൈഡിൽ നിന്നിട്ട് ഒരേ ലെവലിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ട് നിസ്സാര തീപിടുത്തമായിരുന്നു അതോ വലിയ അധ്വാനം വേണ്ടി വരുന്നിരുന്നു? അതിഭയങ്കരമായ അധ്വാനം വേണ്ടി വന്നൊരു കോളായിരുന്നു അത്. എന്നാലും അതിലുപരി സമയോചിതമായ ഇടപെടൽ കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. മെഡിക്കൽ കോളേജിൽ തീ നിങ്ങൾ ഈ പരിഭ്രാന്തി പരത്താൻ ഇങ്ങനെ പരിശ്രമിക്കരുത്. അത് ശരിയല്ല. അവിടെ ജനറേറ്റർ റൂമിൽ ഉണ്ടായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടാണ്. ആ നിലയിലുള്ള വാർത്തകൾ അത് നിങ്ങൾ അവിടെ തീയായി എന്ന നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അത് ശരിയല്ല. എല്ലാവരും ചോദിക്കുന്ന ഈ രീതിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സുരക്ഷയാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ ഒരു വീടായാൽ വീട്ടിലും ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ?